ഹായ് ഫ്രണ്ട്സ്, ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ടെറസ് ഗാർഡൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഈ ചെടികളെല്ലാം താഴെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയ മുറ്റമായതുകൊണ്ട് എനിക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലാതായി. അപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ ടെറസിലേക്ക് മാറ്റി. മുറ്റം ചെറുതാണെങ്കിലും എനിക്കൊരു വലിയ ടെറസുണ്ട്. ആ ടെറസിൽ കുറച്ച് പ്ലാന്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്ലാന്റുകളുമായിട്ട് ഇടപഴകുമ്പോൾ എൻ്റെ മുൻ കൂടെ തന്നെ ഉണ്ടാവും. അവനുമായാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പ്ലാന്റുകളുമായി ഇടപഴകുമ്പോൾ നമുക്കുള്ള സ്ട്രെസ്സുമെല്ലാം ഒരുപാട് കുറഞ്ഞു കിട്ടും. എനിക്ക് നല്ല ടെൻഷനുള്ള സമയത്തൊക്കെ ഗാർഡനിൽ ചെന്നിരിക്കാനും ഈ ചെടികളൊക്കെ നോക്കിയിരിക്കാനും വലിയ ഇഷ്ടമാണ്. ചെടികൾ നനയ്ക്കുമ്പോഴും അത് വളമിടുമ്പോഴും എല്ലാം നമുക്ക് വേറൊരു ടെൻഷനും ഉണ്ടാവില്ല. വേറൊന്നും നമ്മൾ ഓർക്കേയില്ല. ഒരു ചെടിക്ക് നമ്മൾ വളമിട്ട് ഒക്കെ കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ മനസ്സിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും. പിന്നെ ഇവരുമായി സംസാരിച്ചിരിക്കാനും നല്ല രസമാണ്. ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇത് സിങ്കോണിയം പ്ലാന്റാണ്. ഇത് പീസ് ലില്ലി. ഇത് ബോഗൺവില്ല. പൂവിട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ പ്രൂൺ ചെയ്തിട്ട്. പിന്നെ ഇതെല്ലാം സ്നേക്ക് പ്ലാന്റുകളാണ്. ഇത് തന്നെ ഒരുപാട് ചട്ടിയിൽ ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഒരു വശം മുഴുവൻ അത് തന്നെയാണ് കേട്ടോ, സ്നേക്ക് പ്ലാന്റുകൾ തന്നെയാണ്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ കിളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. അടുത്ത ഇത് അതിൽ ഉണ്ടായിക്കോളും. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തൈ ഉണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് അത് തന്നെ മതിയാകും. നന്നായിട്ട് ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായി കിട്ടും. ഇതെല്ലാം അഡീനിയത്തിൻ്റെ ഭാഗമാണ് ഇനി വരുന്നതെല്ലാം. അഡീനിയം ഞാൻ പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ കിളിർപ്പുകളെല്ലാം വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അഡീനിയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കിളിർപ്പുകൾ വരും. അതിൽ നന്നായിട്ട് ഇനി പൂവുണ്ടാവും. ഇതിന് ഏറ്റവും അത്യാവശ്യം നല്ല സൺലൈറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ തന്നെ വെച്ചിരിക്കുന്നത്. സൺലൈറ്റ് പെട്ടെന്ന് ഒരുപാട് കിട്ടുമല്ലോ. പിന്നെ ഇതിന് കുറച്ച് വെള്ളവും മതി. ഇപ്പോൾ ഒരെണ്ണം ഞാൻ പ്രൂൺ ചെയ്തിട്ട് അതിൽ ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രൂൺ ചെയ്ത ശിഖരങ്ങളിലെല്ലാം പൂക്കളും ഉണ്ടാവും. ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ, ഇത് രണ്ടും. പിന്നെ ഇത് അഡീനിയമാണ്. അഡീനിയം പ്രൂൺ ചെയ്തിട്ട് ശിഖരങ്ങളെല്ലാം വന്നിരിക്കുന്നതാണ് ഇതെല്ലാം. ഈ ഒരെണ്ണത്തിനാണ് ബ്രാഞ്ച് വരാത്തത്. ബാക്കി എല്ലാത്തിനും ബ്രാഞ്ചസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നല്ല പൂടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം DAP വളവും ഞാൻ ഇട്ട് കൊടുത്തു. ഇത് കുറ്റിമുല്ല പ്ലാന്റുകളാണ്. കുറ്റിമുല്ല പ്ലാന്റുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിലെ മുട്ടുകളെല്ലാം കെട്ടി തലയിൽ ചൂടാനും ഇഷ്ടമാണ്. ഇത് വളരെ ചെറിയ ഒരു തൈയാണ്. അത് ഞാൻ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ആദ്യം ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് അത് കുഴിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ ചട്ടിയിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസുകളൊക്കെ ഇതേ കണ്ടോ ഇപ്പോൾ വരുന്നുണ്ട്. അതിന് മുട്ടുകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുമുണ്ട്. ചില കുറ്റിമുല്ലയുടെ ലീഫിന് പ്രാണികളുടെ ശല്യം വന്നിട്ടുണ്ട്. അതിന് പുകയില കഷായം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഇതെല്ലാം ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയ തൈകളാണ്. ഒരുപാട് തൈകൾ. സൺലൈറ്റ് ഒരുപാട് ആവശ്യമാണ്. ഇതിന് വെള്ളവും നന്നായിട്ട് കിട്ടണം. സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മുട്ടുകൾ ഉണ്ടാവാനും പൂവിടാനും ഒക്കെ അത് സഹായിക്കും. എനിക്ക് മുല്ലപ്പൂവ് വളരെയേറെ ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കുറ്റിമുല്ലകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ വശം മുഴുവൻ കുറ്റിമുല്ല തൈകൾ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിക്കൊള്ളും.
അതുപോലെ അഡീനിയം പ്ലാന്റ്സിന് സൂര്യപ്രകാശം നല്ലവണ്ണം ആവശ്യമുണ്ട്. എന്നാലും വെള്ളം വളരെ കുറവ് മതി. നനവില്ലാന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലൊക്കെ ഇത് മുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അരളിയ പ്ലാന്റ്. പിന്നെ ഇതും ഒരു അരളിയ തന്നെയാണ്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അത് അതിലേക്ക് തന്നെ പടർത്തി എടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് അരളി, ഇത് കുറ്റിമുല്ല, ഇതും അരളിയ പ്ലാന്റാണ്. ഇതെല്ലാം ഇങ്ങനെ എല്ലാ വശത്തും ഞാൻ ഓരോന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണത്. ഈ സൈഡിലൊക്കെ അത് ഒരുപോലെ ആയി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇതിൻ്റെ റെഡ് ലീഫ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ. മുകളിൽ ഏറ്റവും കൂടുതൽ കുറ്റിമുല്ലയും അഡീനിയവുമാണ് കൂടുതലായിട്ടുള്ളത്. ഈ റെഡ് പൂവൊക്കെ എങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ. ഇത് അരളിയ. പിന്നെ ഇത് നിശാഗന്ധിയാണ്, പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് തെച്ചി, ഇത് ബോൾസം, ഇത് അരളിയ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, ഞാൻ മേടിച്ചതാണ്. 2 എണ്ണം ഉണ്ട് അത്. ഇത് മൊണസ്ട്ര പ്ലാന്റ്, ഇത് മണി പ്ലാന്റ്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഇത് മണി പ്ലാന്റ്, ഇത് ലക്കി ബാമ്പു, ഇത് കല്യാണ സൗഗന്ധികം. ഇതിൻ്റെ പൂവ് നല്ല മണമാണ് കേട്ടോ. ഇത് ക്രോട്ടൺ പ്ലാന്റാണ്. ഇത് സിങ്കോണിയം പിങ്ക്. ഇത് അഗ്ലോണിമ. ഇതിൽ കണ്ടോ, പൂവുണ്ടായിട്ടുണ്ട്, മുട്ടും വന്നിട്ടുണ്ട്, പൂവുണ്ട്. പിന്നെ അടുത്തതിലൊരു മുട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ചെടി നിരത്തി വെച്ച് നല്ല രസമാണ് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ളത് സ്പൈഡർ പ്ലാന്റ്. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണും അമർത്തണം. ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.